ഗൈസ്, ഫെബ്രുവരി 19 നമ്മുടെ നൗറക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. നമ്മുടെ ചാനലിൽ സ്കിറ്റ് കാണുന്നവരാണെങ്കിൽ നൗറയുടെ മുഖം എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഒരുപാട് വേഷങ്ങളിലൂടെ നമ്മുടെ മുമ്പിലോട്ട് വന്നിട്ടുണ്ട് ആള്. ഇന്ന് ഫെബ്രുവരി 19 നൗറാന്റെ ബർത്ത്ഡേ ആട്ടോ. 12 വയസ്സ് തികയാണ്. ഉമ്മ മേടിച്ചു കൊടുത്തിട്ടുള്ള പുതുപുത്തൻ കുപ്പായൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞ് എന്തായാലും സ്കൂളിലോട്ട് എന്നും ഒറ്റയ്ക്കല്ലേ ഒരുങ്ങി പോണത്, ഇന്ന് ഞാൻ ഒരുക്കി തരാം, നല്ല സുന്ദരിയാക്കി തരാന്നൊക്കെ പറഞ്ഞ് സുന്ദരിയാക്കി ഒരുക്കിയൊക്കെ ആയിരുന്നു പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് നൗറാക്കും 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. പണ്ട് ഞാൻ വിചാരിക്കും എനിക്ക് 1-2 വയസ്സിന് എളുപ്പമുള്ള ഒരു അനിയത്തിനെ മതിയായിരുന്നു, അപ്പോഴായിരിക്കും നമ്മുടെ വൈബും എല്ലാം കൂടി അങ്ങ് ഒത്തുചേർന്ന് വരിക എന്നുള്ളത്. ഇതൊരു കുട്ടീനെ പോലെ ആവുമല്ലോ എന്നൊക്കെ. പക്ഷെ ഇവളാണ് വൈബ്, ഇവളാണ് എനിക്ക് മാച്ച് എന്നുള്ളത് വലുതാവുമ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി. എന്നെക്കാൾ ചില സമയത്തൊരു മെച്യൂരിറ്റി ലെവലിലോട്ട് അവൾ കയറി വരും, അല്ലെങ്കിൽ അവളെക്കാൾ താഴ്ന്ന കുട്ടിത്തത്തിലോട്ട് ഞാനങ്ങ് ഇറങ്ങിപ്പോവും. എപ്പോഴും ഞങ്ങൾ ചട്ടിയും കലവും പോലെയായിരിക്കും, ചക്കരയും അടയും പോലെയായിരിക്കും. തല്ലുന്ന് പറഞ്ഞാൽ ഞങ്ങളെ കഴിഞ്ഞിട്ട് ബാക്കി എന്തും ഉണ്ടാവുള്ളൂ. എന്നാൽ ഒരു ദിവസം പോലും ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിരിക്കത്തോ അതുമില്ല. എവിടെയെങ്കിലും പോയാൽ 10 വട്ടം വിളിച്ചിതാക്കിക്കൊണ്ട് നിൽക്കും. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ആള് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് വരെ പോയതായിരുന്നു. അപ്പം എന്നെയും കാത്ത് നിൽക്കായിരുന്നു സ്കൂളിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഓളൻ അൺബോക്സ് ചെയ്തോട്ടാ. നോക്കിയാണെങ്കിൽ പുറത്ത് എന്തോരം ഹാർട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്ര സ്നേഹമുള്ള ഫ്രണ്ട് ആരാ? ഇതാരാ തന്നെന്ന് കൂടി പറ. അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളാണ് ഗൈസ് ആൻമരിയ. കൊള്ളാം, കണ്ടോ? ഹാപ്പി ബർത്ത്ഡേ. ഏജ് 12 കാണിക്കാനായിട്ടുള്ള പ്രത്യേക എടുത്ത് എഴുതിയിരിക്കണ് ഗൈസ്. പിന്നെ ഗൈസ് ഒരു പേന, പിന്നൊരു ബലൂണ്, ഹാപ്പി ബർത്ത്ഡേ. ഓക്ക് ഭയങ്കര സ്നേഹ തോന്നുന്നു. കുറെ ഹാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക്. അതെ, ഇതിന്റെ സൂം ഔട്ട് ആവണ് കയ്യിന്ന്. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്നൊരു കാർഡ്. പിന്നെ ഓള് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിട്ട് എന്തോ എഴുതിയിരിക്കണം. ഫ്രണ്ട്സിന്റെ ഓരോന്ന് ലെറ്റേഴ്സിന്റെ മീനിങ്. ഓക്കെ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ നൗറ. എനിക്കിത് കാണുമ്പല്ലേ പണ്ട് ഞങ്ങൾ ഇതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കൊടുത്തീനൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക. ആക്ച്വലി നമ്മൾ വലിയ ഗിഫ്റ്റ്സ് കൊടുക്കണേനേക്കാളൊക്കെ ഭയങ്കര സന്തോഷിക്കും നമുക്ക് വേണ്ടി ഒരാൾ സമയം കണ്ടെത്തിയിട്ട് ഇതുപോലെ ഓരോന്ന് ചെയ്തുണ്ടാക്കി തരിക എന്നൊക്കെ പറയുമ്പോ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ പേന, ബുക്ക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് ഒക്കെ തരുമ്പോ. മിഠായി, തീപ്പെട്ടി എന്തിനാ? സ്കെച്ച്. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, കൊറേ കുട്ടി നോട്ട്സ്, സ്റ്റിക്കേഴ്സ്. ഓളന്നെ ഉണ്ടാക്കിയല്ലേ? എന്താലേ എനിക്ക് മാണ്ടി ഓൾ എത്ര നേരം മെനക്കെട്ട് പണി എടുത്തിട്ടുണ്ടാവും. താങ്ക്സ് പറയാൻ മേരിനോട്. അപ്പൊ ഇത്രയും ഗിഫ്റ്റ് തന്നതിന് ഒരു താങ്ക്സ്. ഇതിന് ഞാൻ എന്താണ് ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ എന്നും, പിന്നെ ഒരു ചെറിയ ഹാപ്പി ബർത്ത്ഡേ മൈ കൂറാണ് അതിനെന്ത് എഴുതിയിട്ടു. പിന്നെ ഒരു കൂടിന്റെ ഒരു വീടും പിന്നിങ്ങത്തിലും. ഈ ബാഗും ലേണ തന്നതാണ്. അടുത്തത് ബാഗിൽ എന്തിടാനല്ല നമുക്ക് തന്നിക്കണത്. കൊറേ ഹാർട്ട്സ് ഒക്കെ ഇട്ടിട്ട് എന്തോ എഴുതി. നാളെ മുതൽ സ്കൂളിൽ പോകുമ്പോ എടുത്തിട്ട് പോയിക്കും. ഓക്കെ, നെക്സ്റ്റ്. ഇത് വേറെ ലാസ്റ്റ് കുട്ടി വന്നതാണ്. ഒരു മിഠായും പിന്നെ ചെറിയ ഡ്രോയിങ്സ് ഒക്കെ ആയി. ക്യൂട്ട്, നല്ല രസമുണ്ട്. ഈ മിഠായി എടുത്ത എല്ലാവർക്കും. എനിക്കെവിടെ മിഠായി ഗൈസ്? നമുക്കിവിടെ ഒരു വിലയില്ല. തന്നാ മതി. എല്ലാ പ്രാവശ്യവും ഞാൻ അവറാക്കി ഗിഫ്റ്റ് കൊടുക്കലുണ്ട്. ഇപ്രാവശ്യം എന്റെ വക ഗിഫ്റ്റ് ഇല്ല. ഞാൻ പെരയിൽ ഇരിക്കലായി പോയി. സാരല്ല അവറ. ഇത് അഫ്ലന്റെ വക. അഫ്ല ഒരു ബലൂണ്, പിന്നെ ഒരു ബ്ലൂ പെന്ന് തന്നവരൊക്കെ അടിപൊളിയാട്ടോ. നല്ല ഗിഫ്റ്റ് ആണ് പേന. പിന്നെ ഒരു എറേസർ. നവറാക്ക് പെന്നെ എറൈസ് എന്നൊക്കെ പറഞ്ഞ അതൊക്കെ പ്രാന്താണ്.
കീച്ചെയിനൊന്നും കാണില്ല സൂം ഔട്ട് ആയിട്ട് അപ്പൊ കാണുന്നുണ്ട്. ഈ പിടിച്ചു കൊടുക്ക്. അതിന്റെ ഇത് കാണിക്കും നീല കല്ല്. ആ ഓക്കെ അടിപൊളി. നവീദോ താത്താന്റെ ബർത്ത്ഡേ ആയിട്ട് എന്താ ഗിഫ്റ്റ് കൊടുത്തേ? കണ്ട കൈസ് ആങ്ങളാണ് പോലെ. ക്യാമറ ആങ്ങളാണ് പോലെ. ആങ്ങള ഒരു ഗിഫ്റ്റ് വല്ലതും കൊടുത്തിട്ടില്ല. ഐ ക്യാമറ തന്നോ? രാവിലെ എനിക്ക് ബർത്ത്ഡേക്ക് ഉമ്മൊക്കെ തന്നീനു. നമുക്ക് നെക്സ്റ്റ് ഗിഫ്റ്റ് പിടിക്കാം. പഠിച്ചോളൂ. ഓക്കെ ബാക്ക് തന്നെ ഹാപ്പി ബർത്ത്ഡേ നൗറ എന്നൊക്കെ പറഞ്ഞ് സെറ്റപ്പ് ആക്കി എഴുതി വെച്ചിട്ടുണ്ട് ഗായ്സ്. എന്റെ അമ്മോ എന്റെ പഴയ ഓക്കെ ഓക്കെ. ഓ നൊസ്റ്റ് പഠിക്കണം എനിക്ക്. ഞാൻ പണ്ട് സ്കൂളിൽ പോണ സമയത്ത് എത്രങ്ങാനും ഇരുന്ന് തിന്നാന്നറിയോ? ഈ ബലൂണിന്റെ കുട്ടൻസ് എന്താ എനിക്ക് മനസ്സിലായില്ല. ആ ബലൂൺ എനിക്ക് തരുമോ? ബലൂൺസ് എനിക്ക് തരുമോ? ഓ നൗറാക്ക് പിന്നെ ഇഷ്ടം പോലെ പാന ഇട്ടിരിക്കണം. ഇനിയിപ്പോ പാന ആണെങ്കിൽ നൗറാനോട് പോയി ചോദിക്കാം ഗൈസ്. ഷിഫ ആൻഡ് മെരിയ ലെന അതൊക്കെ നൗറാന്റെ സ്കൂളത്തെ ഫ്രണ്ട്സ് ആട്ടോ ഗൈസ്. ഞാരാന്നറിയാതെ നിങ്ങള് കഷ്ടപ്പെടണ്ട. ഇത് മൂന്നാള് തന്നതാണ്. ഓ പൊളി പൊളി. പുതിയ ഇത് കിട്ടി നൗറാക്ക് പൗച്ച്. നൗറാന്റെ അടുത്തൊരു പൗച്ച് ഉണ്ടായിരുന്നു ഒന്നായിട്ട് മഞ്ഞ കളറായിരുന്നു വാങ്ങി കൊടുക്കുമ്പോ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെന്തോ മണ്ണിന്റെ കളറൊക്കെ കഴിക്കണം. അജാതി കോലാക്കി വെച്ചിക്കണോള്. പിന്നെ അതിന്റെ ഉള്ളിലൊരു ഒരു സ്കെയിലും ഒരു പെൻസിലും ഗുഡ്. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് നൗറാക്ക് ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ്സ്. ഗിഫ്റ്റ് നവീദ് എന്താ കൊടുത്തത്? കയ്യിലുള്ളതാണോ കൊടുക്കാൻ പോണേ? ക്യാമറ? ആ ലെഡ് പെൻസിലിന്റെ അടിയത്തെ ബാക്കത്തെ പൊട്ടി മൂടിയാണോ എന്റെ ക്യാമറ? അത് ക്യാമറയാണോ? അത് ക്യാമറയെ? എന്റെ ബർത്ത്ഡേക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റ് ഒന്നും തന്നാ ഞാൻ സ്വീകരിക്കൂല. എന്റെ ബർത്ത്ഡേക്ക് എന്താ തരാൻ പോണേ? കയ്യിലുള്ളതായിരിക്കും. എനിക്കത് വേണ്ട. താതാക്ക് ഒരു ഉമ്മ കൊടുക്കും. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു പറയും. ചെല്ലേ ഇപ്പൊ വൈൻഡപ്പ് പറഞ്ഞോ. എല്ലാ വർഷവും ഞാൻ ഗിഫ്റ്റ് എന്നിട്ട് ഈ വർഷം ഞാൻ ഗിഫ്റ്റ് തരാത്തതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ വർഷവും അവർക്ക് കിടിലൻ ഗംഭീര ഗിഫ്റ്റുകൾ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് പണി ഉണ്ടായിരുന്നു ഗൈസ്, പൈസ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മിഠായി, ബാഗ്, അങ്ങനെ നല്ല നല്ല സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇത്തവണ മേടിച്ചു തരാത്തതിൽ എനി പ്രോബ്ലം? അപ്പൊ ഗൈസ് നമ്മള് അൺബോക്സിങ് വീഡിയോ ഒക്കെ കഴിഞ്ഞോളം മുഖത്ത് ചെറിയൊരു വാട്ടം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്ക് വിഷമല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാവും ഞാൻ ഓക്ക് ഗിഫ്റ്റ് കൊടുക്കാത്തതിൽ. കാരണം നമ്മളെവിടെ അങ്ങനെ ആരും ബർത്ത്ഡേസ് ഒന്നും ആഘോഷിക്കില്ല. പിന്നെ എന്റെ ബർത്ത്ഡേക്ക് ആണെങ്കിലും അങ്ങനെ ആരും ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. പിന്നെ ഉമ്മ സന്തോഷം കൊണ്ട് ചിലപ്പം ചെറിയ പായസോ അല്ലെങ്കിൽ ബിരിയാണി എന്തെങ്കിലും വെക്കുക. അല്ലാണ്ട് നമ്മള് ബർത്ത്ഡേ ഭയങ്കര വലിയ ഫംഗ്ഷൻ ആയിട്ട് ഇന്ന് ഇവരെ ഇവിടെ ആഘോഷിച്ചിട്ടില്ല. നമുക്ക് ആർക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഓക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് എന്ത് ചെയ്യും ഗിഫ്റ്റ് കൊടുക്കലുണ്ട്. അത് വലിയ ഹെവി ഗിഫ്റ്റ് ആയിട്ട് ഓക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചെറിയ സൈഡ് ബാഗ്, സ്റ്റിക്കേഴ്സ്, പിന്നെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ്, ഇഷ്ടപ്പെട്ട ഹെയർ ക്ലിപ്സ്, അങ്ങനെ മേക്കപ്പ് സാധനങ്ങൾ, അങ്ങനെ ഓക്ക് ഇഷ്ടപ്പെടുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ അതെല്ലാം കൂടി എനിക്ക് ആവുന്ന സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാനൊരു ഗിഫ്റ്റ് സെറ്റ് ചെയ്തിട്ട് എല്ലാ വർഷവും കൊടുക്കലുണ്ട്. ഈ വർഷം ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഓള് വെച്ചിട്ടുണ്ടാവും ഓള് പ്രതീക്ഷിക്കില്ല. കാരണം എല്ലാ വർഷവും എനിക്ക് വർക്ക് ഉണ്ടാവലുണ്ട്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പോയിട്ട് വരുമ്പോൾ വാങ്ങിയിട്ട് വരലാണ്. ഈ വർഷം ഞാൻ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയാണ്. അപ്പം ഞാൻ അങ്ങനെ പുറത്തൊന്നും പോയിട്ടുമില്ല. അപ്പോൾ ഓള് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ എൻ്റെതായ രീതിയിൽ ചെറിയൊരു ഗിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, അത് നേരെ ഒന്ന് പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കാം. ഓക്കെ. അപ്പം ഞാൻ 2 പെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലാക്കും ബ്ലൂക്ക്. പെന്ന് എത്ര കിട്ടിയാലും തികയാത്തൊരു സാധനം. പക്ഷെ ഓളെ ഫ്രണ്ട്സ് ഇത്രയും തോന്നെ പെന്ന് വാങ്ങുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഗൈസ്. പിന്നെ ഞാൻ വന്നിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ചു. ഓക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചോക്ലേറ്റുകളാണ് ഇതൊക്കെ. ഡയറി മിൽക്ക്, സ്നിക്കേഴ്സ്, മഞ്ച്, കിറ്റ്കാറ്റ്. അപ്പം അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ചു. പിന്നെ ഓക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഞാൻ എന്താ ഒരു പെട്ടിയിലാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ വന്നിട്ട് ഓക്കെ ജേർണൽസ് ചെയ്യാൻ, സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിക്കാൻ, ഈ അസീമിന് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഒട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ ആയിട്ട് എന്നോട് ഇങ്ങനെ പറയേണ്ടി റാപ്പിൻസിലിൻ്റെ ഇങ്ങനത്തെ ഒരു സാധനം വേണം, തരുമോ എന്നുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ സ്റ്റിക്കേഴ്സ് നോക്കിയിട്ട് കിട്ടാത്തതും കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം സെറ്റാക്കിയിട്ട് ഇത് അങ്ങ് കൊടുത്തു നോക്ക്. ഞാൻ എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഹെവി സാധനങ്ങളൊന്നും മേടിച്ചു കൊടുക്കുന്നതിനേക്കാളും ഓള് പലപ്പോഴും പറയുന്ന ആഗ്രഹങ്ങൾ ഇങ്ങനെ എടുത്ത് കൂട്ടി വെച്ചിട്ട് അങ്ങനെ കുറേ ആയിട്ട് മേടിച്ചു കൊടുക്കലാട്ടോ. പിന്നെ എന്നോട് കഴിഞ്ഞ തവണയെ പറയുന്നുണ്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തരുകയാണെങ്കിൽ എനിക്കൊരു സാൻഡ്വിച്ച് മേടിച്ചു തന്നാൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു സാൻഡ്വിച്ച് മേടിച്ചു. പിന്നെ കുറേ ആയിട്ട് ഇപ്പോൾ ഫയലില്ല എന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ ഒരു ഫയൽ മേടിച്ചു കൊടുത്തു. ഇത് ഞാൻ നമുക്ക് ജേർണൽ ചെയ്യാനായിട്ട് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് പേപ്പേഴ്സാണ്. അത് കാണുമ്പോൾ സന്തോഷമായിക്കോളും. പിന്നെ എൻ്റെ ഹൃദയത്തിലുള്ള വാക്കുകൾ കൊണ്ട് ലെറ്റർ എഴുതാനായിട്ട് ഞാൻ അങ്ങനെ ഒരു പേപ്പറും കൂടി സെറ്റ്
ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാം കൂടി പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് കൂടുതൽ റിങ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മാർക്കർ മേടിച്ചു. പിന്നെ ഞങ്ങളേതായ കുറച്ച് ഫോട്ടോസ്, നല്ല നല്ല മെമ്മറീസ് ഒക്കെ വരുന്ന കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു, അതും റെഡിയാക്കി സെറ്റാക്കി. പിന്നെ ഞാൻ ഇതേപോലെ ഒരു ചെറിയ നോട്ട്സും എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നേരെ പോയിട്ട് എന്ത് ചെയ്യണം, ഇത് പാക്ക് ചെയ്യണം. ഞാൻ എന്തൊക്കെയോ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഈ റൂമിന്റെ എക്കോ കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം പിന്നെ ഞാൻ വോയിസ് കട്ട് ചെയ്ത് വോയിസ് ഓവർ തന്നെ തരാമെന്ന് വിചാരിച്ചു. സാധാരണ അവളുടെ അല്ലെങ്കിൽ ആരുടെയൊക്കെ ബർത്ത്ഡേന്റെ സമയമാകുമ്പോൾ ക്ലാസ്സിലുകൊണ്ട് ഞാൻ അവിടുന്ന് ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും വരാറുണ്ടാവുക. ഞാനാണെങ്കിൽ എല്ലാ വർഷവും എല്ലാവരുടെയും ബർത്ത്ഡേ ഓർത്ത് വെച്ചിട്ട് എനിക്ക് വാങ്ങിക്കൊടുക്കാൻ, ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് ഞാൻ എന്ത് ചെയ്യും, ടൗണിൽ നിന്ന് വരുന്ന സമയത്ത് ഗിഫ്റ്റൊക്കെ വാങ്ങി പൊതിഞ്ഞ് ഇങ്ങനെ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പുറത്ത് പോകാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ അനിയനെ കൊണ്ടാണ് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ. അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് വാങ്ങിയിട്ട് ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞാണ് കൊണ്ടുവരാറുണ്ടായിരുന്നത്. ഇത്തവണ അതുകൊണ്ട് അതിനൊന്നും പറ്റിയില്ല. എന്നിട്ട് ഞാൻ തന്നെ കഷ്ടപ്പെട്ടൊരു പെട്ടിയൊക്കെ തിരഞ്ഞെടുത്ത് അതിൽ നിറച്ച് ഞാൻ തന്നെ പൊതിഞ്ഞൊരു ഗിഫ്റ്റ് പേപ്പറിൻ്റെ രീതിയിലാക്കി ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ കഷ്ടപ്പെട്ടിരുന്ന് പൊതിഞ്ഞെടുക്കുന്നത്. പിന്നെ ഞങ്ങളെ വീട്ടിൽ ഇന്ന് വരെ ബർത്ത്ഡേ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും അത്ര വലിയ താല്പര്യമില്ലാത്തൊരു പരിപാടിയാണ് ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഉപ്പാക്കും വലിയൊരു താല്പര്യമില്ല അങ്ങനെ ഒരു പരിപാടി നടത്തുന്നില്ല, ഒരു അനാവശ്യ ചെലവാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നേ വരെ വീട്ടിൽ ആരുടെയും ബർത്ത്ഡേ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളേതായ രീതിയിൽ ഞങ്ങൾ കുഞ്ഞായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. രാവിലെ എഴുന്നേറ്റാൽ ഉപ്പയും അമ്മയും വിഷ് ചെയ്യും, ഞങ്ങൾക്ക് നല്ലൊരു ഉമ്മ തരും, അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെറിയ ഗിഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ തരും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഗിഫ്റ്റൊക്കെ അങ്ങനെ കൊടുക്കും, സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഉമ്മാൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പായസമോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും. സ്കൂളിലോട്ട് പോകുമ്പോൾ മിഠായിയൊക്കെ മേടിച്ചിട്ട് പോകും. അപ്പുറത്തെ വീട്ടിലൊക്കെ ഒന്ന് മിഠായി കൊടുക്കും, നല്ല പുത്തൻ ഉടുപ്പ് മേടിക്കും, അല്ലെങ്കിൽ പുത്തൻ ചെരുപ്പ് മേടിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലാതെ ഭയങ്കര ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു 10 പേരെ വിളിച്ചിട്ടൊരു സെലിബ്രേഷൻ ആക്കിയിട്ട് എല്ലാ വർഷവും ഇവിടെ ആരും നടത്താറില്ല. ഞങ്ങൾ ഇനി നടത്തേ ഇല്ല എന്നല്ല കേട്ടോ, ചിലപ്പോൾ നാളെ കാലത്ത് നമുക്കൊരു ആഗ്രഹം തോന്നിയാൽ നടത്തായികയൊന്നുമില്ല. പക്ഷെ ഇതുവരെ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ടാട്ടോ ഞങ്ങൾ ഇങ്ങനെ ബർത്ത്ഡേ ഭയങ്കര ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നും വ്ളോഗിൽ കാണാത്തത്. അങ്ങനെ ഗൈസ്, എന്നെ കൊണ്ട് അറിയാവുന്ന രീതിക്കൊക്കെ പെട്ട് ഞാനിതാ ഇങ്ങനെ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കൊള്ളൂല എന്ന് പറഞ്ഞാൽ ആരും കമന്റ് ഒന്നും ഇട്ടിട്ടൊന്നും വരാൻ നിൽക്കരുത്. കാരണം എനിക്ക് ഇതിലൊന്നും വലിയ എക്സ്പേർട്ട് അല്ല. ഇന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പോയിട്ട് പറഞ്ഞ് എല്ലാവരും ഗിഫ്റ്റ് തന്നു, ഞാൻ മാത്രം തന്നില്ലല്ലോ എന്നിട്ടൊരു റോസാപ്പ് വർഷം കൊണ്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു കൊടുത്തപ്പം മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ വർഷവും ഞാൻ കൊണ്ടു കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്ത വർഷം കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഓൾ ഇങ്ങനെ എനിക്ക് അടുത്ത വട്ടം സാൻഡ്വിച്ച് മതി, അല്ലെങ്കിൽ എനിക്ക് അടുത്ത ഈ സ്റ്റിക്കറൊക്കെ മതി, അല്ലെങ്കിൽ എനിക്ക് ഫയൽ വാങ്ങി തന്നാൽ മതി, അങ്ങനെ പറയും. അപ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരുന്ന പ്രതീക്ഷിച്ചിരിക്കും. ഒരു 10 രൂപേനെ മിഠായെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കാണാത്തതുകൊണ്ട് അവൾക്ക് ചെറിയൊരു വിഷമം വന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വിഷമിപ്പിക്കേണ്ട, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പം ആ മുഖത്ത് കാണുന്ന ചിരിയാണല്ലോ നമ്മുടെയും ഒരു സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ ഞാനിതാ എടുത്തു കൊണ്ടുപോയി കൊടുത്തു. അവൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് എനിക്ക് ആ നേരത്തെ ഭാവത്തിലൂടെ മനസ്സിലായി. കാരണം അവൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ എവിടെയും പോണതൊന്നും അവൾ കണ്ടിട്ടില്ല, ഇതൊന്നും കൊണ്ടെന്ന് വെച്ചതും അവൾ കണ്ടിട്ടില്ല. അപ്പോൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. തന്നില്ലെങ്കിലും പ്രശ്നമല്ല എന്നൊക്കെയാണല്ലോ. സന്തോഷായോ? വളരെയധികം സന്തോഷായോ? ഉമ്മ ഇരട്ടേന്നോ? അപ്പോൾ ഗൈസ്, ബർത്ത്ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം അവളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി ഒക്കെ ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ ഓടി വന്നിക്കായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്ന ഗിഫ്റ്റ് വീഡിയോയിൽ കാണിക്കുമ്പം ഇത് മാത്രമായിട്ട് കാണിക്കാതിരിക്കരുത് കുഞ്ഞാത്ത, ഇതും കൂടി ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇതും കൂടി കാണിച്ചു കൊടുക്കാം. നമ്മളെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി കൊടുത്തതായിരുന്നു. നല്ല രസമുള്ളൊരു ക്യൂട്ട് ചെയിൻ ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നൗറാക്ക് കുറേ ഫ്രണ്ട്സും കുറേ ഗിഫ്റ്റും ഒക്കെ അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നൗറാക്ക് എത്ര വയസ്സായി? 12 വയസ്സായി. ഞവറങ്ങനെ 12 വയസ്സിലോട്ട് കടന്നിരിക്കുന്നു. ഇവിടെ ഓരോരുത്തർ ഓരോന്ന് പൊളിച്ച് പെറുക്കാനൊക്കെ തുടങ്ങിയിരിക്കണം. അപ്പൊ നമുക്ക് ഇനി കൂടുതൽ നേരം നിൽക്കണ്ട. അപ്പൊ വേഗം വീഡിയോ മൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ കുഞ്ഞു പരിപാടികളൊക്കെ ഉള്ളൂ ഇവിടെ. അപ്പം എല്ലാവരും നൗറാക്ക് ബർത്ത്ഡേ വിഷ് ഒക്കെ കൊടുക്കാം. അപ്പൊ ഇത്രയുള്ളൂ. ചേട്ടാ.